വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1-ാമത്തെ വയസ്സിലും 5-ാമത്തെ വയസ്സിലും ചിലന്തി വിഷങ്ങളാൽ ദോഷങ്ങൾ സംഭവിക്കാം. കഫം ഹേതുവായിട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കേണ്ട സമയമായി കാണുന്നു. 7-ാമത്തെ വയസ്സിൽ അഗ്നി ബാധാദുരിതങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. 12-ാമത്തെ വയസ്സിൽ വയറ്റുവേദന, ദഹനക്കേട്, അതേപോലെ ത്വക്ക് രോഗങ്ങൾക്കും സാധ്യതയുള്ളത് കൊണ്ട് തക്കതായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. 15-ാമത്തെ വയസ്സിലാവട്ടെ വീണ്ടും ഫുഡ് പോയ്സനാൽ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും സമയബന്ധിതമായിട്ട് തന്നെ കഴിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ധാരാളം ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ സ്വീകരിക്കുന്നതും ഏറ്റവും ഉചിതമായി കാണുന്നു. 18-ാമത്തെ വയസ്സിൽ വീണ്ടും ഉഷ്ണരോഗങ്ങളും ഉറക്കക്കുറവുകൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളും ശക്തിയായിട്ടുള്ള തലവേദന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തക്കതായിട്ടുള്ള വ്യായാമങ്ങളും വിശ്രമങ്ങളും ആവശ്യമായി കാണുന്നു. 27-ാമത്തെ വയസ്സിൽ സാഹസികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ട ഒരു സമയമാണ്. അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 33-ാമത്തെ വയസ്സിലാവട്ടെ ജലത്താൽ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. വെള്ളത്തിലിറങ്ങുന്നതും നീന്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. 40-ാമത്തെ വയസ്സിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഒഴിവായി കിട്ടുന്നതാണ്. 55-ാമത്തെ വയസ്സിൽ ആയുധങ്ങളെ കൊണ്ടോ അതല്ലെങ്കിൽ വയറ്റുവേദന മൂലമോ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ കാണുന്നതുകൊണ്ട് സമയങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ശ്രദ്ധയും കരുതലോടുകൂടി പോകണമെന്ന് കാണുന്നു. 66-ാമത്തെ വയസ്സിൽ പിത്താശയ രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ ഏറെ കാണുന്നതുകൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. 68-ലാവട്ടെ തണുപ്പ് പറ്റായിക മൂലം കഫം, നീർക്കെട്ടുകൾ വർദ്ധിക്കുകയും ശ്വാസ തടസ്സ രോഗങ്ങൾക്ക് സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ അവരവരുടെ ജാതക പരിശോധന മുതലായിട്ട് കാര്യങ്ങളും നടത്തി സമയഗണന പ്രകാരം നമ്മൾ ചികിത്സാ കാര്യങ്ങൾ ആരംഭിക്കുന്നത് നന്നായിരിക്കും. പ്രാർത്ഥനകളും കൂടെ ചെയ്യേണ്ടതുണ്ട്. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 86-ാമത്തെ വയസ്സിൽ ചിങ്ങമാസത്തിലെ പൂർവപക്ഷ ത്രയോദശിയും ചൊവ്വാഴ്ചയും കൂടിയ ദിവസം വിശാഖം നക്ഷത്രമുദിച്ച് 4 നാഴിക കഴിഞ്ഞ് കഫകോപത്താലും ശ്വാസതടസ്സങ്ങൾ മൂലവും ചില ആപത്തുകൾ സംഭവിക്കാമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു. എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും ഇത്തരം അറിവുകൾ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.